ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡാണ്, പാൽ പനിയാരം. അപ്പോൾ ഇഡ്ലി മാവ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ പാൽപ്പണിയാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇഡ്ലി മാവാണ്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അളവിൽ ഇഡ്ലി മാവ് എടുത്തിട്ടുണ്ട്. ഒരല്പം പോലും വെള്ളം ഒന്നും ചേർക്കാതെ നല്ല കട്ടിയായിട്ടുള്ള ഇഡ്ലി മാവ് വേണം നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടത്. സാധാരണ തയ്യാറാക്കുന്നത് അരിയും ഉഴുന്നും ചേർത്തിട്ട് തന്നെയാണ്, പക്ഷെ അത് വന്നിട്ട് സെയിം റേഷ്യോ ആയിരിക്കും. ഇപ്പോൾ 1 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ പാൽപ്പണിയാരം തയ്യാറാക്കുന്നത്. പക്ഷേ നമ്മൾ ഇഡ്ലി മാവിനൊക്കെ കുറച്ച് കുറവായിട്ടല്ലേ ഉഴുന്ന് ചേർക്കത്തുള്ളൂ. പക്ഷേ ഇരുന്നാലും നമുക്ക് ഈ പാൽപ്പനിയാരം അതേ ടേസ്റ്റിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരേ കല്ലിൽ 2 മാങ്ങാന്ന് പറയുന്നത് പോലെ നമുക്ക് ഒരേ സമയം ഇഡ്ഡലിയും തയ്യാറാക്കാം, ഒരേ സമയം പാൽപ്പനിയാരവും തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരല്പം ഉപ്പാണ്. നമ്മൾ സാധാരണ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊന്നും ചേർക്കുന്ന ആ ഒരു കറക്റ്റ് അളവിൽ ഉപ്പ് ചേർക്കണ്ട, ഒരല്പം മാത്രം ഉപ്പ് ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാവ് ഇപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ ബോൾസ് ആക്കി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ നമുക്ക് പോയി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഓയിലിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, എന്നാലും ഒരുപാട് ചൂടായിട്ടില്ല. ഒരു മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി മാത്രമേ ചൂടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മാവ് ഓയിലിലേക്ക് ഇടുന്ന ടൈമിൽ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട്. കാരണം നമ്മളിത് കുറച്ചായിട്ടല്ലേ ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇട്ടതെല്ലാം പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതിൻ്റെ പേരിലാണ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇടുമ്പോഴത്തേക്ക് എല്ലാം ഒരേപോലെ തന്നെ വന്നോളും. ഇപ്പോൾ ഓയിൽ ഒരല്പം ചൂടായിട്ടാണ് ഉള്ളത്. അതിൻ്റെ പേരിലാണ് നമ്മൾ ഇട്ടതും ഉടൻ തന്നെ ഇത് പെട്ടെന്ന് പൊങ്ങി വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, വലിയ ബോൾസായിട്ട് ഇടരുത്. എങ്കിൽ പിന്നെ അത് പൊങ്ങി വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടി വലുതായിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ പേരിൽ മാക്സിമം ചെറിയ മാവായിട്ട് വേണം നമ്മൾ ഓയിലിലേക്ക് ഇടാനായിട്ട്. നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. അപ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ചെറിയ ബോളായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇതിപ്പോൾ ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കോരി ഒഴിച്ചാലും മതിയാവും. അപ്പോഴത്തേക്കും അതുപോലെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് ബോൾ പോലെ വന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ വാലൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. കുട്ടികൾ മുതൽ വലിയവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ പാൽപ്പനിയാരം എന്ന് പറയുന്നത്. നമ്മുടെ ഈ പനിയാരം എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയ തേങ്ങയുടെ പകുതി മുറിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ 1 തേങ്ങ വേണ്ടി വരും. അപ്പോൾ അതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് അത് ചെറുതായിട്ട് അരിച്ച് വെച്ചിരിക്കുന്നതാണിത്. തേങ്ങാപ്പാലിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പശുവിൻ പാലും എടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ഇരുന്നാലും തേങ്ങാപ്പാൽ തയ്യാറാക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് ഈ തേങ്ങാപ്പാൽ തയ്യാറാക്കുമ്പോൾ. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ അത് ചൂടാക്കി എടുക്കാം. ഈ തേങ്ങാപ്പാലിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ഏലക്കയാണ്. അപ്പോൾ ഏലക്കയുടെ ചെറിയൊരു മണമല്ല നമുക്കിതിൽ കിട്ടും. അതിൻ്റെ പേരിലാണ് 2 ഏലക്ക ചേർത്തത്. ഏലക്ക പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, മുഴുവൻ ഏലക്ക തന്നെ ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പും ഒരല്പം കുറവായിട്ടാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കഴിക്കുന്ന രീതിയിലാണ് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരല്പം കൂടി പഞ്ചസാര നമുക്കിതിലേക്ക് ചേർക്കാം. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണ്. ശർക്കര ഇഷ്ടപ്പെടുന്നവർക്ക് ശർക്കര ആയിരിക്കും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നത്.
പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞിട്ട് വരുന്നവരെ മാത്രം നമ്മൾ ചൂടാക്കിയാൽ മതിയാവും. തേങ്ങാപ്പാലിൽ തിളപ്പിച്ചെടുക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതിയാവും. കാരണം ഇത് ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ ചൂടാക്കി എടുക്കുന്നത്. പിന്നെ അതും പോയിട്ട് ആ തേങ്ങാപ്പാലിൻ്റെ ഒരു പച്ച മണവും മാറിക്കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തേങ്ങാപ്പാൽ ഇല്ലാന്നുണ്ടെങ്കിലും സാധാരണ പശുവും പാലായാലും മതിയാവും. അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത പാലിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനിയാരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽ പനിയാരം റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ തന്നെ നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാൽ പനിയാരം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അതും പോയിട്ട് ഈ തേങ്ങാപ്പാലെല്ലാം ഈ പനിയാരത്തിനുള്ളിൽ കയറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വളരെ ടേസ്റ്റിയാണെന്ന് പറയുന്നതിനേക്കാളും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എന്നെ കമൻസ് വഴി അറിയിക്കുകയും വേണം. ഇതുവരെ നമ്മുടെ ഈ പാൽ പനിയാരം കഴിച്ചിട്ടില്ലാത്തവർക്ക് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആകുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഉറപ്പായിട്ട് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.